ആണാണ് ഞാനാടാ. ആൾക്കാരെ എന്നെ മറ്റേ കേടിയും ഇതൊക്കെ കാണിച്ചിട്ട് വരാം. ഡെത്ത് മാച്ചിൽ കയറി. അല്ലേ വേണ്ട. ഹലോ ബ്രോ. ഹലോ റോങ് സൈഡ് അല്ലേടാ വന്നത്. ഹലോ ബ്രോ. ഹലോ റോങ് സൈഡ് അല്ലേ ബ്രോ? ഓ ഇതെവിടെ അണ്ണ എല്ലാം കൂടെ എങ്ങോട്ട് പോന്ന്? പോണ്ടിച്ചേരിക്ക് വണ്ടി പോവാണോ? ആഹാ അത് പ്രശ്നമാണല്ലോടാ. എടാ ഞാൻ ഇല്ലേ വെടിവെക്ക്, എന്നെ വിളിക്കണ്ടേ, ഞാൻ വരത്തില്ല. ഹലോ സുഹൃത്തെ. ഹലോ നമ്മള് സമാധാനമായിട്ട് ജീവിക്കുന്നതാണ് സുഹൃത്തെ. എന്താണ് പ്രശ്നം? എന്നെ ഓക്കെ. ബ്രോയുടെ പേരെന്താ? പേരെന്താ? പേര് ഗോവിന്ദസ്വാമി. ഗോവിന്ദസ്വാമി ഗ്യാങ് ആണോ? ഗ്യാങ് അല്ലേ? ഗ്യാങ് അല്ലേ ഗോവിന്ദസ്വാമി. പിന്നെ ബാക്കി ഇരിക്കുന്ന ആരൊക്കെ? ഓ എന്താണ്? ഓ സോറി. ബാക്കി ഇരിക്കുന്ന ആള് മറ്റേ ആളുടെ. ഓ മനസ്സിലായി. ആ ശബ്ദം കേട്ടോ മനസ്സിലായി. ചിന്ത കിട്ടേക്കല്ലേ അതിനാണല്ലോ ചിന്ത കിട്ടേക്കുന്നേ ബ്രോ. ചിന്തിട്ടാലേ ഫ്രണ്ടിലത്തെ ക്ലാസ് വഴി മറ്റേ പയ്യൻ എന്തോ ചെയ്യുന്നത് കാണാൻ കേട്ടോ. ആരെങ്കിലും ഉണ്ടോടാ? അതിൽ അവനാണല്ലോ. അവൻ ആ മഞ്ഞ ഡ്രസ് ഇട്ടാൻ എനിക്കറിയാവോ? അത് അല്ല ഞാൻ പറഞ്ഞുതരാം. നീ കണ്ടാ നീകനാണ്ടി കിടക്കുന്നേ. വണ്ടി കയറ. ഷർട്ടൊന്നല്ല ഇപ്പൊ ഒരു അടി അടക്കാൻ പോവാ. അമ്മാരെന്തേ? അവര് പോയി നേരെ പോയിണ്ടോ? രണ്ടുവണ്ടി എടുത്ത് ഒരു വണ്ടിയായിട്ട് പോണ്ട. നീ അങ്ങ് വെടിവെച്ചാ നോക്കിയിരിക്ക. വന്ന് കേറിയില്ല. മല കയറി പോയടാ നീ ഇടിച്ചവൻ. നീ എന്താ നിന്റെ കണ്ണിൽ എന്താണോ? ഞാനൊന്നുമല്ല കൊന്നാ, വേറെ ആരോ കൊന്നാ. അല്ലടാ ഞാൻ അല്ലടാ കൊന്ന. അവൻ ഓൾറെഡി ചത്ത് കിടക്കുക. അത് കേവിയല്ലേ ഇത്? അയ്യോ അവനും തോട്ടി പോയവൻ. എന്താ ഹലോ എന്തിന് അവനെന്ത് പറയുന്നുണ്ടോ? എന്ത് പറയണ്ടോ? പ്രശ്നമാണോ? എന്താ പ്രശ്നം? പുഷ്പം പോലെ പോയവൻ എന്തിനാ കണ്ണാപ്പി? തോട്ടിക്കളാ. അതെ അവൻ തോട്ടി പോയി. അത്രേ ഉള്ളൂ. അതേപോലെ തെങ്ങ് വണ്ടി എടുത്തോ. അതിനെടുത്തോടാ. ജെട്ടി ബിൽഡിംഗ് സൈഡ് വാ. എടാ അവന്മാര് നോക്കാം. അവന്മാര് പോ. വെയിറ്റ് ചെയ്യടാ. നീ എന്നെ ഇവിടെ ഇറക്കിട്ടെ. ഞാനില്ല. അടിക്കേണ്ട ആവശ്യം ഉണ്ടോടാ? നീ ഇറങ്ങി അടിയവന്മാരെ. എവിടാ അമ്മാരെവിടാ? ജെട്ടി കുത്തി. സക്ക. വണ്ടി റിപ്പയർ ചെയ്തിട്ടാ നിനക്ക്. ജെട്ടിയിലുണ്ടാ നിനക്ക് കളിക്കാൻ പറ്റില്ല. എന്നാലും വാ. ആരടാ ദൂരെ മേളിന്നടിക്കുന്നവര്? റേഡിയോ പൊന്നളിയാ. റേഡിയോ പറഞ്ഞീ 81. നീ ഇറങ്ങല്ലേ വണ്ടി തന്നെ ഇരിക്കാനുള്ള. 81
81. നീ കേട്ടോ, നീ ഇറങ്ങല്ലേടാ, ഇറങ്ങല്ലേ. പിന്നെ ഇറങ്ങിയാൽ അമരത്തെ അവിടുന്ന് ഇറങ്ങുന്നേ. ഞാൻ വണ്ടി റിപ്പയർ ചെയ്തിട്ടായിരുന്നു. നീ ഇറങ്ങണ്ടടാ. അമര അതുവഴി ചാടിച്ചടാ. സക്കനോടാ, സക്കനോടെ ഞാൻ വന്നോണ്ടിരിക്കുവാടാ. കണ്ണാപ്പി എവിടെ? അവന്മാര് അതുവഴി ജെട്ടി ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്കൊന്ന് ചാടിച്ചെന്ന് തോന്നുന്നു. അതാ നീ എനിക്ക് ആ ഡ്രസ് കണ്ടിട്ടേ എനിക്ക് ആരാന്ന് എനിക്ക് തോന്നണേ. എടാ എക്കേമിനുള്ളവനാടാ മഞ്ഞ ഡ്രസ്. അവനെ എനിക്കറിയാം. അവൻ സ്ഥിരം TDM കളിക്കുന്നവനല്ലേ. അവൻ നമ്മുടെ മറ്റേ മഞ്ഞ ഡ്രസ് ഇട്ട് ഞാൻ ഇന്നോടെ പറഞ്ഞേ അവനെ. അല്ല അവന്മാരിപ്പോ എന്തിനാണ് അവന്മാര് ജെട്ടി ബിൽഡിങ് വീണ്ടും ഉണ്ട്. മറ്റേ ബിൽഡിംഗ് ഇല്ലേ ചാടിക്ക് അവന്മാര് ഫുള്ള് ആക്കിയാ വേണം. പാണ്ടികളുണ്ട്. നീ വാ. റേഡിയോയില് കോള് പറഞ്ഞോട്. ജെട്ടിയിലുണ്ടോന്ന് ഉറപ്പാണോ? ഇല്ല, ജെട്ടിയിലൊക്കെ ഇറങ്ങി B4 റോഡ്. അതൊക്കെ ഏത് റോഡ് എല്ലാം തിരിച്ച് മുതുകിലോട്ട് വരുന്നു. ഇല്ല, എടാ B4 ലാടാ. എന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ പഴയ കസ്റ്റംസിന്റെ അവിടെ നിന്ന് പോത്തില്ലേ. എടാ ബർഗർ ഷോപ്പ് പോണ്, അങ്ങോട്ട് വാ. ബർഗർ ഷോപ്പ് അല്ലേ അവിടെ ബർഗർ ഷോപ്പ് ഉണ്ടല്ലോ. 7-2-62 ടണലിൽ കയറി. നീ മാർക്ക് ചെയ്താ മതി, കാണാൻ പറ്റും. ഒറ്റക്കിറങ്ങി അടിക്കല്ലേ ഇല്ലടാ. മാർക്കറ്റ് ടയർ പൊട്ടി. അവന്മാർ ഇറങ്ങിക്കോ. പോലെ അങ്ങോട്ട് പോലെ റൈറ്റ് സൈഡിൽ ഇറങ്ങിക്കോണേ. ഇല്ലോ കണ്ട് സക്കർ മയില് എന്റെ വണ്ടിക്ക് പെട്രോൾ ചേട്ടാ ഓമ്പി. പമ്പിലോ ഇങ്ങോട്ടോ. നീ ഇത്ര നേരമാണോ ഒരു ബാക്കപ്പ് വിളിച്ചിട്ട് നീ വരാൻ എടുത്തത് സക്ക? അടിക്കല്ലേ പിറ്റിയേ. നീ മാറ്റിക്കൊണ്ടേ കണ്ണ. എന്ത് ധൈര്യമുണ്ട്. എന്നെ പറയാനുണ്ടേ. ഞാൻ പെട്രോൾ ഒന്നും അടിച്ചിട്ട് വരാം. കണ്ണപ്പടെ പുറകെ ഉണ്ടോ? ഡ്രസ്സാണ്. കൊണ്ടിട്ടെ നമ്മള് ഇപ്പൊ കൊണ്ടുവരൽ പെട്രോൾ പമ്പിലേക്ക് പമ്പിലേക്ക് കൊണ്ട് പെട്രോൾ അടിച്ചിട്ട് പറ. പമ്പിൽ നീ ഇറങ്ങിന്നോ? പമ്പിലിറങ്ങി നിക്കണേ. നിക്ക് പെട്രോൾ ഒന്നും ഇല്ല. ഞാനും ചാവും പറയും. ഇല്ല ചാത്തൊന്നുമില്ല. പൊട്ടം കളിപ്പിക്കാം. അത് ചാത്തൻ വണ്ടി. അത് സക്കൻ എവിടാ? ജെട്ടി സൈഡിലാ. നമുക്ക് വേണ്ടടാ ഇതടിച്ചിട്ട് നമുക്ക് ഹെയിനെ എടുക്കാം. പോയിട്ട് ഹെയിനെ എടുക്കാം. ഇത് കേട്ടിട്ടെ. ഇത് മതിയുടെ നല്ല പമ്പിന്റെ അവിടെ ഇറങ്ങിക്കാണേ. എടാ ഹെയിനയിലടാ പിറ്റിയാൻ ബെറ്റർ. ഇത് മതിയടാ. അവന്മാരുടെ വണ്ടിക്ക് ഇതൊക്കെ മതി. എന്തിന് ഇല്ലടാ ഹെയിനാടാ ബെറ്റർ. അവന്മാരെ വണ്ടിയിൽ പെട്രോൾ കഴിഞ്ഞു. പെട്ടെന്ന് നമ്മുടെ മുതുകിനെ മേളിത്തെ ഡ്രസ് ഷോപ്പ്. നീക കേറ്. കേറിയാ നീ പോലെ എടാ ഇറങ്ങി അടിച്ചിടാമാരെ. എന്തിരിത് പമ്പിന്റെ അവിടെ ഉണ്ട്. അമ്മര് പമ്പിന്റെ അവിടെ നിന്ന് ഇറങ്ങി റിപ്പയറിന്റെ അവിടേക്ക് പോണ്. ഇറങ്ങി കളി കണ്ണാപ്പിമാരെ.
ഇവിടെ ഇവിടെ ഉണ്ട് ഇതിനുള്ളിലുണ്ട് ആ പമ്പിന്റെ അവിടെ എവിടെയുണ്ട് പമ്പിന്റെ അവിടെ വാ വാ 3 പേര് എത്തി വാ മാർക്ക് ചെയ്ത ആ കണ്ണ ഇങ്ങോട്ടാ ഓ കണ്ട് അവന്മാര് വൺ വേ അടിക്കാനായിട്ട് കയറ്റി വൺ വേ അടിക്കാത്ത കയറ്റി ഏത് അതിന്റെ ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കയറിയാ ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കയറി ഉള്ളിൽ മേളിലോട്ട് കയറി ഞാൻ റിപ്പയർ ചെയ്തിട്ട് വരാം നിങ്ങളോട് നിൽക്കോ ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് റിപ്പയറിംഗ് പെട്രോൾ അവന്മാരങ്ങ് അടിച്ചങ്ങ് വെറുക്കങ്ങ് വേമ്പാ നേരെ വേണോടാ നിക്കടാ പതുക്കെ അടിച്ചാൽ അവന്മാർക്ക് എന്ത് ധൈര്യം ഉണ്ട് ആ പൊട്ട വണ്ടി കൊണ്ട് നമ്മൾ ഇടിയാണ് ഇതന്നെ അറിയില്ല ഇവരാരാണ് വണ്ടി ഓടിക്കടാ ഇത് ഗ്യാങ് വണ്ടി അല്ലടാ ഇത് അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് അല്ല ഇത് ഗ്യാങ് വണ്ടി അല്ലേ ഇത് അവര് തൊട്ടിരുന്ന 2 കറക്കം അടിച്ച് പൊട്ടിരവന്റെ വണ്ടി വില്ല് വാടാ അവിടെ ഉണ്ടാവോ അവിടെ തന്നെ ഉണ്ട് ഇതിന്റെ കസ്റ്റംസിന്റെ അടുത്ത് അപ്പൊ നിർത്തൂല അപ്പൊ ഒരിക്കലും നിർത്തൂല വണ്ടി സക്കാ വിട്ടോടാ അവന്റെ അടുത്ത് പറഞ്ഞേ ലെജൻസ് കാർ പോന്നേ ചുമ്മാ ഇറങ്ങി അടിക്കല്ലേ ഹോസ്പിറ്റൽ ഇതൊന്നുമല്ല പണ്ടത്തെ ഇത് അല്ലേ ഇതെന്താ സക്കാ നീ എന്താ കാണിക്കുന്നേ സക്കീർ അടിച്ച് കളിക്കുന്നു വേമ്പാടാ മണ്ടന്മാരെ എയിമില്ലാത്തൊരു സക്കീറ രക്ഷപ്പെട്ട് നീ എന്താ സക്കീറ കാണിച്ചവിടെ ലെഫ്റ്റ് കണ്ടില്ല അവന്മാര് പാണ്ടിക്കുത്താണ് കളിക്കുന്നത് ഇല്ല അവിടുന്ന് വലിയ സക്കീർ റിപ്പയർ സക്കീർ അവിടെ പോയി നീ കണ്ട കോളൊക്കെ കേട്ടാ അവന്മാർക്ക് മനസ്സിലാണ്ടേ പിന്നെ എവിടെ നിർത്തിയെന്ന് സൂപ്പർ കാൾ ബ്രോ ഐറ്റിയിലാക്കട്ടെ അങ്ങ് എടാ ഇത് ഹോസ്പിറ്റലല്ലേ അത് എന്റെ പറയാനുണ്ട് വാ നമ്മുടെ പുറകെ ഞാൻ ഒരു സ്ഥലത്തെ കൊണ്ട് തരവന്മാരെ പണ്ണാൻ പറ്റുമോ വില്ലു സക്കീറോടെ റെഡി ആയെന്ന് പറയണം അവരുടെ ബിറ്റിന്ന് നീ എടാ അവന്മാര് വൺവേ കളിക്കുന്നോ അവന്മാർക്ക് അഡ്വാൻറ്റേജ് ഉള്ളിടത്ത് അവന്മാര് നിർത്തൂ അല്ല റേഡിയോ കയറാൻ ആണോ ഓക്കെ ഞാൻ ഇറങ്ങുന്നു സംഭവം എന്താ നീ കേരളയില് കുഴപ്പമില്ല പക്ഷെ ഇവിടെ കറന്റ് ഒരു സിറ്റുവേഷൻ നടക്കുക നിന്റെ ലിസ്റ്റിലില്ല ഗ്യാങ് ലിസ്റ്റിലില്ല ബെഞ്ചിലും ഇല്ല മനസ്സിലാ അപ്പൊ നിനക്ക് ഈ റേഡിയോക്കകത്ത് കേറാൻ പറ്റത്തില്ല മനസ്സിലായി അപ്പൊ കേറുമ്പോ വേറെ ആരെങ്കിലും പി ഒ കണ്ടിട്ട് പറയും മൈക്ക് മാറി കിടക്കുക അടേ എനിക്കത് വിഷമായി എടാ നീ ആക്റ്റീവ് ആവടാ തിരിച്ചു വാടാ എന്റെ നീകനായിട്ട് പോവാടാ നീക പോരല്ലേ നീങ്ങനെ മനസ്സിലായോ അതായത് ഗ്യാങ്ങിലില്ല ബെഞ്ചിലും ഇല്ല മനസ്സിലായോ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അപ്പൊ ഓൾറെഡി സിറ്റുവേഷൻ നടക്കുമ്പോ ഈ ഇപ്പൊ ആരാണ് തത്സമയമുള്ള അവരെ പിന്നിൽ കാര്യം എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് ബാൻ കിട്ടും മനസ്സിലാ നമുക്ക് ഗ്യാങ് സസ്പെൻഷനും കിട്ടും അതുകൊണ്ട് നീ റേഡിയോ ഇറങ്ങി സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് കേറും കേട്ടോ ഇതില് പങ്കെടുക്കല്ലേ വണ്ടി എടുത്തു സീനെന്താ ഇത് അവന് കൊണ അവന് കൊണ അടിയടാ കൊടു വെള്ളവണ്ടി കിട്ടില്ല വെള്ളവണ്ടി കിട്ടടി അതവൻ വെള്ളവണ്ടി ആദ്യം വെള്ളവണ്ടി കിട്ടി കൊട്ടാം വെള്ളവണ്ടി അവൻ വരാണ് സ്റ്റേഷനുള്ളിൽ അടിച്ചു 10 വണ്ടി അടി
വെള്ളോണ്ടി ഇറങ്ങണം വെള്ളോണ്ടി ഇറങ്ങണം വെള്ളോണ്ടി ഇറങ്ങണം അടി 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 ഇറങ്ങ എടി അങ്ങനെയൊക്കെ അങ്ങനെ നിക്കല്ലേ സൈഡായിട്ട് കുത്തു രണ്ട് സൈഡായിട്ട് കുത്തും മണ്ടേ പോ രണ്ട് സൈഡായിട്ട് കുത്തും അപ്പുറത്തെ സൈഡ് വിടും കറങ്ങി പോയി കുത്ത് എടാ ഫ്രണ്ടിന്ന് അടി ബാക്കിന്ന് അടി ഫ്രണ്ടിലാണുണ്ടല്ലോ ബാക്ക് കൊണ്ട് കുത്ത് ഇവിടെ കുത്ത് അമ്മ വണ്ടി എടുത്ത് ആ വെള്ളവണ്ടി ഉള്ളവനോടെ എന്റെ അമരന്റെ മേളുണ്ടോ വെയിറ്റ് മേളുണ്ടോ മേളുണ്ട് എന്നെ അപ്പുറത്താക്കി തന്നാ എന്റെ വണ്ടി എവിടെ കിടക്കോടാ എന്റെ അപ്പുറത്താക്ക് കേറാണ് എന്നെ അപ്പുറത്താക്കി താ എന്റെ വണ്ടി കേട്ടോ ഇതാരാ വണ്ടി മേളുണ്ട് ഞാൻ വെയിറ്റ് മറ്റേ റോഡൊന്നും കയറണ്ടോ വെയിറ്റ് എന്റെ അപ്പല്ലടാ വണ്ടി ഇല്ല ലെമ്പോറിയക്കാര് ഊമ്പി പോയേട്ടാ കാരണം ആ വണ്ടി എടുക്കടാ ആ വണ്ടി ഈ കണ്ണാപ്പി നിന്റെ വണ്ടി എടുത്താ ഈ വണ്ടി എടുക്കാൻ പറ്റുമെന്ന് അറിയാം ഞാൻ ഇടിച്ച് ഇതിലോട്ട് എടുത്താ നിന്റെ വണ്ടി എടുത്തോ അവന്മാർ എവിടെയാടാ മേളിലുണ്ടോ ടോപ്പിലുണ്ടോ ആ മേളുണ്ട് ഞാനേ ഒരു മിനിറ്റ് ഏറ്റവും ടോപ്പില് ഞാൻ ഇപ്പൊ എടുത്തരാം ഞാനിട്ടെ ബാക്കി കൂടെ കയറാൻ പറ്റൂടാ മറ്റേ സ്റ്റെപ്പ് വഴി നടന്ന് മറ്റേ കൊച്ചു സ്റ്റെപ്പ് ഇറങ്ങുന്നേ വണ്ടി എടുത്ത് ലീവ് അവന്മാരിറങ്ങുന്നേ ലീവായി അവന്മാർ ഏത് വഴി പോയടാ അമ്മ മേളുണ്ട് അവരെ ആൾക്കാരുണ്ട് 4-5 പേരെന്തോ ഉണ്ട് ഏറ്റവും ടോപ്പ് വെയിറ്റ് ചെയ്യട്ടോ ഇതെടുക്കല്ല നിക്ക് ഞാൻ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്ത് തരാം എന്റെ വണ്ടി ടയർ പൊട്ടി എല്ലാം ലീവല്ല ഞാനൊന്നും വണ്ടി റിപ്പയർ ചെയ്യട്ടെ അവന്മാര് 5 ഉണ്ട് കേറാൻ പറയടാ എല്ലായിടത്തും നമ്മളുണ്ട് അണ്ണാ ഈ പുണ്ടൾക്ക് എന്ത് കളപ്പാണ് ഇവർക്ക് ഇത് ഏത് ഗ്യാങ് അതില് ഒരുത്തനെ ബാക്കിയുള്ള ഏത് ഗ്യാങ് അറിഞ്ഞൂടാ അതന്നെ ഇവന്മാരെ ഫുള്ള് തന്നെ തമിഴ് പുണ്ടകള് ഏത് ഗ്യാങ് മറ്റേ പൊന്നനൊക്കെയുള്ള ഗ്യാങ് ഇല്ലേ ഏറ്റവും ടോപ്പില് 4 പേരുണ്ട് അല്ല 5 പേരുണ്ട് ഏറ്റവും ടോപ്പിലുണ്ട് എനിക്ക് വണ്ടിന്റെ ഉള്ളിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ അടി കിട്ടണം എനിക്ക് ഫസ്റ്റ് തന്നെ എന്റെ ഒരു അടിയിൽ എന്റെ ആർമർ ഫുള്ളും പോയായിരുന്നു ട്രോഡ് പൊട്ടിക്കാൻ പറ്റുമല്ലേ വെടി വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ മറ്റേ കുത്തലെന്റെ ആർമർ ആണ് അയ്യോ ഈ എയർക്ക് അറക്കളാണോ കാരണം ആദ്യം വണ്ടിയിൽ 3 പേരെ ഉള്ളായിരുന്നു മനസ്സിലായ നമ്മളും 3 പേര് അങ്ങനെ തുടങ്ങിയ സിറ്റുവേഷനാ അവന്മാര് ഇറങ്ങാൻ നോക്കുന്നേ